ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലവക്ഷോപലമാണ്. അപ്പം ഇതിൽ ആദ്യം തന്നെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി ഒരു കപ്പലിനെ നോക്കിയിട്ട് പറയുക, വളരെ കുറഞ്ഞ ഭാരമുള്ള ഇരുമ്പാണി പോലും ജലത്തിൽ മുങ്ങിപ്പോകുന്നു. എന്നാൽ ടൺ കണക്കിന് ഭാരമുള്ള കപ്പൽ എങ്ങനെയാണ് സമുദ്രജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ആ കുട്ടീൻ്റെ സംശയമാണ്. നമ്മളൊരു ഇരുമ്പാണി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതങ്ങ് മുങ്ങിപ്പോകും. പക്ഷെ ഇരുമ്പ് കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഇത്രയും ടൺ കണക്കിന് ഭാരമുള്ള ഒരു കപ്പൽ മുങ്ങിപ്പോവില്ല. കപ്പൽ ജലത്തിന് മേലെ പൊങ്ങിക്കിടക്കും. അതെന്തുകൊണ്ടാണെന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പം അതിനുള്ള ഉത്തരം കിട്ടും. ഇനി പറയാനുള്ളത് ആദ്യം തന്നെ ഒരു പരീക്ഷണമാണ്. ഒരു ബക്കറ്റ് എടുക്കുക. ബക്കറ്റിൽ അത്യാവശ്യം വെള്ളം എടുക്കുക. ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. പ്ലാസ്റ്റിക് കുപ്പി മൂടി ഉപയോഗിച്ച് അടച്ചിരിക്കണം. മൂടി ഉപയോഗിച്ച് അടച്ച ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ ജലത്തിന് മേലെ വെക്കുക. അപ്പോൾ എന്താ നമുക്ക് കാണാനായിട്ട് പറ്റുക? അത് ജലത്തിന് മേലെ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടത്, ഇത് ജലത്തിൽ ബലം ഉപയോഗിച്ച് മുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പം മുങ്ങിക്കിടക്കുമോ? മുങ്ങിക്കിടക്കൂല. നമ്മൾ ആ ബലം ഉപയോഗിച്ച് മുക്കാൻ വേണ്ടി ശ്രമിച്ച് നമ്മുടെ കൈ വിടുമ്പം അത് പിന്നെയും പൊങ്ങിപ്പോരും. ഈ കുപ്പിയിൽ ഭൂഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അത് താഴേക്കാണ് പ്രയോഗിക്കപ്പെടുന്നത്. താഴേക്ക് ആ ഒരു ഭൂഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കപ്പെട്ടിട്ടും കൂടി ആ കുപ്പി മുകളിലേക്ക് പോരുന്നു. അപ്പോൾ ആ കുപ്പിയിൽ മറ്റൊരു ബലം പ്രയോഗിക്കപ്പെട്ടിട്ടായിരിക്കൂലേ ആ കുപ്പി മുകളിലേക്ക് പോന്നിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് മറ്റൊരു സന്ദർഭമാണ് നോക്കാനുള്ളത്. കിണറ്റിൽ നിന്ന് ജലം ഉയർത്തുമ്പോൾ ബക്കറ്റ് ജലോപരിതലത്തിൽ എത്തുന്നത് വരെ ഭാരക്കുറവ് അനുഭവപ്പെടാറുണ്ട്. എന്തായിരിക്കും ഈ ഭാരക്കുറവിന് കാരണം? നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പം നമ്മൾ ഈ ബക്കറ്റ് അല്ലെങ്കിൽ പാള ഉയർത്തുമ്പം ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഈ പാള എത്തുന്നത് വരെ ഒരു ഭാരക്കുറവ് അനുഭവപ്പെടും. ജലത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് നമ്മളത് പൊക്കിയെടുക്കുമ്പം ഒരു ഭാരം വന്ന പോലെ തോന്നും. അതെന്തുകൊണ്ടായിരിക്കും? നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് അതേപോലെ തന്നെയുള്ളൊരു പരീക്ഷണമാണ്. ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ചിത്രത്തിൽ കാണിച്ച പോലെ ഒരു കപ്പ് ബക്കറ്റിൻ്റെ ഉള്ളിൽ മുക്കുക. എന്നിട്ട് അത് മെല്ലെ മെല്ലെ പൊക്കി ജലോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് എടുക്കുക. അപ്പോൾ ഉണ്ടാവുന്ന ഭാരത്തിലെ വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം, ബക്കറ്റിലെ ജലത്തിനുള്ളിലും ജലനിരപ്പിന് മുകളിലും കപ്പിൻ്റെ ഭാരത്തിൽ എന്ത് വ്യത്യാസമാണ് അനുഭവപ്പെട്ടത്? എന്തായിരിക്കും കാരണം? അപ്പോൾ അത് നമ്മൾ നേരത്തെ വെള്ളം കോരുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഈ കപ്പ് വെള്ളത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഭാരക്കുറവ് അനുഭവപ്പെടും. അതിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പോൾ, ജലോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് എടുക്കുമ്പോൾ ഒരു ഭാരം വന്ന പോലെ തോന്നും. പിന്നെ ഈ കപ്പ് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ മുകളിലേക്ക് മെല്ലെ ഉയർത്തി കൊണ്ടുപോകുമ്പം വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് ഈ കപ്പിലേക്ക് ഒരു ഭാരം പ്രയോഗിക്കപ്പെടുന്ന പോലെ നമുക്ക് തോന്നും. ആ ബലം കാരണമാണ് നമുക്ക് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ വസ്തു വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പം അതിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അതിൽ നിന്ന് താഴേക്ക് അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ്. ഒരു വസ്തുവിന് ഭാരം അനുഭവപ്പെടാനുള്ള കാരണം ഈ ഒരു ഗുരുത്വാകർഷണ ബലമാണ്. രണ്ടാമതായിട്ട് അനുഭവപ്പെടുന്നത് ഈ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ എതിർദിശയിൽ താഴേന്ന് മുകളിലേക്ക് ഈ ഒരു ദ്രാവകം ഈ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ്. അപ്പോൾ ആ ബലം ഗുരുത്വാകർഷണ ബലത്തിൻ്റെ എതിർദിശയിലാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തി ഈ ഒരു ബലം കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറയ്ക്കുമ്പം ഭാരവും കുറവേ അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഈ ജലത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദ്രാവകത്തിലോ ഒക്കെ സ്ഥിതി ചെയ്യുമ്പം വസ്തുക്കൾക്കൊരു ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് വസ്തുവിൽ അനുഭവപ്പെടുന്ന ഈ ഒരു ബലത്തിന് വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം. അപ്പോൾ ഒരു വസ്തു ഒരു ദ്രാവകത്തിൽ സ്ഥിതി ചെയ്യുമ്പം ആ വസ്തുവിൻ്റെ മേലെ ദ്രാവകം പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നുണ്ട്.
ഇതിൻ്റെ ദിശ വരുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ്. അപ്പോൾ ഈ ഒരു പ്ലവക്ഷേപബലം കാരണമാണ് തുടക്കത്തിൽ നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഒരു കുപ്പി അതിൽ മുക്കാൻ വേണ്ടി നോക്കി കൈ വിട്ടപ്പം കുപ്പി വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വന്നു. അത് താഴെ നിന്ന് കുപ്പിയിൽ പ്രയോഗിക്കപ്പെട്ട പ്ലവക്ഷേപബലം കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കോരുമ്പം പാള അല്ലെങ്കിൽ ബക്കറ്റ് വെള്ളത്തിനുള്ളിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഭാരക്കുറവ് അനുഭവപ്പെടും. എന്തുകൊണ്ടാണ്? അവിടെ മുകളിൽ നിന്ന് താഴേക്ക് അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം, ആ ബലത്തിനെ കുറയ്ക്കുന്ന രീതിയിൽ താഴെ നിന്ന് മുകളിലേക്ക് പ്ലവക്ഷേപബലം അനുഭവപ്പെടും. ആ പ്ലവക്ഷേപബലം ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തിയെ കുറയ്ക്കുന്നു. ഗുരുത്വാകർഷണ ബലം കുറയുമ്പം വസ്തുവിന് ഭാരം കുറയും. അതുകൊണ്ടാണ് ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്. ഇനി ഈ ഒരു പ്ലവക്ഷേപബലം എന്ന് പറയുന്ന ബലം ദ്രാവകങ്ങളിൽ മാത്രമാണോ അനുഭവപ്പെടുന്നത്? വാതകങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ഒരു ബലൂണിൽ നമ്മൾ ഹീലിയം നിറച്ച ഒരു ബലൂണ് വായുവിൽ നമ്മൾ സ്വതന്ത്രമാക്കി വിട്ട് കഴിഞ്ഞാൽ അതിനെന്താ സംഭവിക്കുക? അത് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകും. അതിനുള്ള കാരണം എന്താണ്? അവിടെയും പ്ലവക്ഷേപബലം പ്രയോഗിക്കപ്പെടുന്നത് കൊണ്ടാണ് ബലൂൺ ഉയർന്നു പോകുന്നത്. വായു ഹീലിയം നിറച്ച ബലൂണിൻ്റെ മേലെ പ്ലവക്ഷേപബലം പ്രയോഗിക്കും. അപ്പം അതുകൊണ്ട് അത് ഉയർന്നു പോകും. ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? ദ്രാവകങ്ങൾ പ്ലവക്ഷേപബലം പ്രയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാതകങ്ങളും പ്ലവക്ഷേപബലം പ്രയോഗിക്കുന്നുണ്ട്. ദ്രാവകങ്ങളും വാതകങ്ങളും പ്ലവക്ഷേപബലം പ്രയോഗിക്കുന്നു. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും പൊതുവായിട്ട് നമ്മൾ എന്താ വിളിക്കുക? ദ്രവങ്ങൾ എന്ന് വിളിക്കും. അപ്പം ദ്രവങ്ങളിൽ പ്ലവക്ഷേപബലം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പം ഇവിടെ കൊടുത്തിട്ടുള്ളത് ദ്രവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിൽ 2 തരം ബലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് വസ്തുവിൽ താഴേക്ക് അനുഭവപ്പെടുന്ന ബലം, ഗുരുത്വാകർഷണ ബലം, അതായത് വസ്തുവിൻ്റെ ഭാരം. രണ്ടാമതായിട്ട് വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം, അതാണ് പ്ലവക്ഷേപബലം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്ലവക്ഷേപബലത്തിന് കൃത്യമായിട്ടുള്ളൊരു നിർവചനമാണ്. ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷേപബലം. ഒരു വസ്തു പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഒരു വസ്തുവിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് അത് വാതകമാവാം ദ്രാവകമാവാം, ആ വസ്തുവിൽ ആ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം, ആ ബലത്തിനെ വിളിക്കുന്ന പേരാണ് പ്ലവക്ഷേപബലം. ഇനി അടുത്തതായിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നിത്യജീവിതത്തിൽ പ്ലവക്ഷേപബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ കണ്ടെത്താനാണ്. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജലത്തിനുള്ളിൽ നിന്ന് വായുകുമിളകൾ ഉയരുന്നത്. ഈ ജലത്തിൻ്റെ ഉള്ളിൽ വായുകുമിളകൾ ഉണ്ടാകുമ്പോൾ ആ കുമിളകൾ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരാനായിട്ടുള്ള കാരണം ആ കുമിളകളുടെ മേലെ ജലം പ്രയോഗിക്കുന്ന പ്ലവക്ഷേപബലമാണ്. മറ്റൊരു ഉദാഹരണമാണ് ലൈഫ് ജാക്കറ്റുകൾ. നമ്മൾ ലൈഫ് ജാക്കറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനായിട്ട് സാധിക്കും. അവിടെ ആ ഒരു ലൈഫ് ജാക്കറ്റിൻ്റെ മേലെ വെള്ളം പ്രയോഗിക്കുന്ന പ്ലവക്ഷേപബലമാണ് ഉപയോഗപ്പെടുത്തുന്നത്. മറ്റൊരു ഉദാഹരണമാണ് ഹോട്ട് എയർ ബലൂണുകൾ. ചൂടുള്ള വായു നിറച്ച ബലൂണുകൾ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെയും വായു ആ ബലൂണിൻ്റെ മേലെ പ്രയോഗിക്കുന്ന പ്ലവക്ഷേപബലം കാരണമാണ് ആളുകൾക്കൊക്കെ അതിൽ കയറിയിട്ട് ഉയരത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാനുള്ളത് പ്ലവക്ഷേപബലം നമുക്ക് അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ നമുക്ക് ഈ പ്ലവക്ഷേപബലം അളക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഒരു പരീക്ഷണമാണ്. പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പ്രിംഗ് ബാലൻസ് ആണ്. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം വേണം, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ. പിന്നെ കല്ല് വേണം, ഒരു ഇരുമ്പ് കട്ട വേണം, ഗ്ലാസ് സ്ലാബ് വേണം. എന്നിട്ട് ആദ്യം തന്നെ ഈ കല്ലിൻ്റെയും ഇരുമ്പ് കട്ടേൻ്റെയും ഗ്ലാസ് സ്ലാബിൻ്റെയും ഭാരം വായുവിൽ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അത് ടേബിളിൽ രേഖപ്പെടുത്തുക. പിന്നെ അതിന് ശേഷം ഇത് ഓരോന്നും വെള്ളത്തിൽ മുക്കിയിട്ട് ജലത്തിലെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഭാരം കണക്കാക്കിയിട്ട് അതും ടേബിളിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ടേബിളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കല്ലിൻ്റെ വായുവിലെ ഭാരം കണക്കാക്കിയപ്പം കിട്ടിയത് 3 ന്യൂട്ടനാണ്. ജലത്തിലെ ഭാരം കണക്കാക്കിയപ്പം കിട്ടിയത്
2 ന്യൂട്ടനാണ്. വായുവിലെ ഭാരം W1 3 ന്യൂട്ടൺ, ജലത്തിലെ ഭാരം W2 2 ന്യൂട്ടൺ. ഇനി ചെയ്യേണ്ടത് ഈ W1ൻ്റെയും W2ൻ്റെയും വ്യത്യാസം കണ്ടുപിടിക്കുക. വായുവിലെ ഭാരത്തിൻ്റെയും ജലത്തിലെ ഭാരത്തിൻ്റെയും വ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 3 - 2 1 കിട്ടിയത്. വസ്തുവിന് ഭാരം കൂടുതൽ വായുവിലാണ്, വായുവിലേക്കാളും വസ്തുവിന് ജലത്തിൽ ഭാരം കുറവാണ്. വായുവിലെ ഭാരം 3 കിട്ടിയപ്പം ജലത്തിലെ ഭാരം 2 കിട്ടി. അപ്പോൾ അവിടെ ജലത്തിലൊരു ഭാരക്കുറവുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ജലത്തിലെ ഭാരക്കുറവാണ് നമുക്ക് കിട്ടുക. അതാണ് കല്ലിൻ്റെ കേസിൽ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഈ ഭാരക്കുറവിന് കാരണം എന്താണ്? പ്ലവക്ഷോബലമാണ്. അപ്പോൾ ഈ ഭാരക്കുറവിൻ്റെ മൂല്യം പ്ലവക്ഷോബലത്തിൻ്റെ മൂല്യത്തിന് തുല്യമായിരിക്കും. ജലത്തിലെ ഭാരക്കുറവ് = പ്ലവക്ഷോബലം. ഇപ്പോൾ കല്ലിൻ്റെ കേസിൽ ജലത്തിലെ ഭാരക്കുറവ് 1 ന്യൂട്ടനാണ്, പ്ലവക്ഷോബലവും 1 ന്യൂട്ടനാണ്. ഇനി ഇരുമ്പുകട്ടേൻ്റെ കേസിൽ വായുവിലെ ഭാരം 5 ന്യൂട്ടൺ, ജലത്തിലെ ഭാരം 4.1 ന്യൂട്ടൺ. അപ്പോൾ ജലത്തിലെ ഭാരക്കുറവ് കണക്കാക്കാൻ വായുവിലെ ഭാരവും ജലത്തിലെ ഭാരവും തമ്മിലുള്ള വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 - 4.1 0.9 എന്ന് കിട്ടും. അതാണ് ജലത്തിലെ ഭാരക്കുറവ്. അതുതന്നെയാണ് പ്ലവക്ഷോബലം. ഇരുമ്പുകട്ടേൻ്റെ കേസിൽ ജലത്തിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷോബലം എന്ന് പറയുന്നത് 0.9 ന്യൂട്ടനാണ്. ഈ ഗ്ലാസ് സ്ലാബിൻ്റെ കേസിൽ അവിടെ വായുവിലെ ഭാരം 4 ന്യൂട്ടനാണ്, ജലത്തിലെ ഭാരം 3.2 ന്യൂട്ടനാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് ജലത്തിലെ ഭാരക്കുറവ് കിട്ടും. 4 - 3.2 ചെയ്യുമ്പം 0.8 ന്യൂട്ടൺ എന്ന് കിട്ടും. അതാണ് ജലത്തിലെ ഭാരക്കുറവ്. ആ മൂല്യം തന്നെയാണ് പ്ലവക്ഷോബലത്തിൻ്റെയും മൂല്യം. അപ്പോൾ നമുക്ക് ഗ്ലാസ് സ്ലാബിൻ്റെ കേസിൽ പ്ലവക്ഷോബലം 0.8 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ജലത്തിൽ വസ്തുവിനുണ്ടായ ഭാരക്കുറവിൻ്റെ മൂല്യം തന്നെയാണ് പ്ലവക്ഷോബലത്തിൻ്റെയും മൂല്യം. ജലത്തിൽ വസ്തുവിനുണ്ടാകുന്ന ഭാരക്കുറവ് എത്രയാണോ അത് തന്നെയാണ് പ്ലവക്ഷോബലം. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് പറയുമ്പം ഒരു വസ്തു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പം അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷോബലം വസ്തുവിൻ്റെ ഭാരക്കുറവിന് തുല്യമായിരിക്കും. ഇപ്പോൾ ഒരു വസ്തു ഒരു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പം ആ ദ്രവം ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷോബലം എന്ന് പറയുന്നത് ആ വസ്തുവിനുണ്ടാകുന്ന ഭാരക്കുറവിന് തുല്യമായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് പ്ലവക്ഷോബലമാണ്. പ്ലവക്ഷോബലം എന്ന് പറയുമ്പോൾ ഒരു വസ്തു ഒരു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആ ദ്രവം ആ വസ്തുവിൻ്റെ മേലെ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷോബലം. പ്ലവക്ഷോബലം കാരണം ഒരു വസ്തു ഒരു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പം ആ വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. ഈ ഭാരക്കുറവിൻ്റെ മൂല്യം പ്ലവക്ഷോബലത്തിൻ്റെ മൂല്യത്തിന് തുല്യമായിരിക്കും. അപ്പം അതാണ് നമ്മൾ പറഞ്ഞ മെയിൻ പോയിൻറ്റ്സ്. ഇനി ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.